കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ രണ്ടാം തവണയും തുടർച്ചയായി ജനവിധി തേടുകയാണ് തോട്ടത്തിൽ രവീന്ദ്രൻ എം.എൽ.എ. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. പ്രചരണം ഔദ്യോഗികമായി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് പ്രതീക്ഷ? രണ്ടാം വട്ടമാണ് ഇപ്പോൾ പാർട്ടി അവസരം തുടർച്ചയായി നൽകുകയും ചെയ്യുന്നത്. പ്രതീക്ഷ 100%. അത് കുറവില്ല. ഞങ്ങൾ തുടക്കം കുറിക്കുന്നത് ഞങ്ങളെല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ ശ്രീകുമാർ കോർമത്ത്, ഒരു പ്രവാസി വ്യവസായി അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇവിടുന്ന് തുടങ്ങണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പം അതിന് ഞങ്ങൾക്കും ഇഷ്ടമാണത്. അദ്ദേഹം എന്താണ് അങ്ങനെ നേരത്തെ മുതൽ അങ്ങനെയാണോ? അതോ ഞങ്ങൾ അത്ര അടുപ്പുള്ള ഒരു ജ്യേഷ്ഠ സഹോദരന്മാരെ പോലെ നിൽക്കുന്ന ഒരാളുകളാണ് ഞങ്ങൾ. അത് അദ്ദേഹത്തിന് ഇവിടുന്ന് തന്നെ വേണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നാണ് തുടങ്ങിയെന്ന്. ആദ്യത്തെ ഇതാണ് ഇവിടേക്ക് തന്നെ വന്നത്. ഒരു വർഷം വർദ്ധിക്കാം. എന്താണ് രവിയേട്ടൻ സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ അല്ല? അല്ലല്ല. എന്താണ് പ്രത്യേകത ഇത്തവണ ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് നോർത്ത് മണ്ഡലത്തിൽ ജനങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒരു ഉത്സവം നടക്കുക. അതായത് ലാസ്റ്റ് മിനിറ്റിലൊരു സംശയം ഉണ്ടാവില്ല വേറെ ആൾ വരുമോ എന്നുള്ള. അങ്ങനെ യാതൊരു സംശയവും ഇല്ലാണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഇനി ആരാണോ അടുത്ത വർഷം 5 വർഷം ഇവിടെ MLA ആയി ഇരിക്കേണ്ടത് അദ്ദേഹത്തെ തന്നെ സ്ഥാനാർത്ഥിയായി വെച്ചതിൽ എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പറഞ്ഞ പോലെ തന്നെ ജ്യേഷ്ഠ സഹോദരൻ മാത്രം എൻ്റെ സഹോദരനെ പോലെ തന്നെയാണ്. ഗുരുവായൂരുണ്ടാകുന്ന സമയത്ത് ചെയർമാനായിട്ടുണ്ടാകുമ്പോഴുള്ള എൻ്റെ സൗഹൃദമാണ്. അപ്പം ഞാൻ തന്നെയാണ് പറഞ്ഞത് ഇവിടുന്ന് തുടങ്ങിക്കോ, നല്ല ഐശ്വര്യയിലായിട്ട്. നമ്മളിപ്പോൾ വിജയത്തിനെ കുറിച്ച് ചോദിച്ചു. വിജയമൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല, ഭൂരിപക്ഷമേ സംസാരിക്കത്തുള്ളൂ. വിജയം സംസാരിക്കേണ്ട രവിയേട്ടൻ്റെ കാര്യത്തിൽ ആവശ്യമില്ലല്ലോ. അങ്ങനെയാണോ? ഈ വിജയത്തെക്കുറിച്ച് സംസാരിക്കേണ്ട, ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതിയെന്നൊരവസ്ഥ നോർത്തിലുണ്ടോ? വിജയിക്കും, അതിൽ സംശയമില്ല. ഈ പക്ഷേ കണക്കുകളൊക്കെ ഇത്തിരി മോശമാണ്. കഴിഞ്ഞ പ്രത്യേകിച്ചും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കോർപ്പറേഷൻ പരിധിയിൽ വോട്ടുകളൊക്കെ കുറച്ച് കുറഞ്ഞു. പരിധിയിൽ നോർത്തിൽ ഭൂരിപക്ഷം തന്നെയാണല്ലോ. 6000-ഓളം വോട്ടുകൾ ഭൂരിപക്ഷം ഉണ്ട് അന്ന് തന്നെ. പക്ഷെ കഴിഞ്ഞ നിയമസഭയെക്കാട്ടിലും കുറവില്ലേ? ഈ BJPയുടെ അംഗങ്ങളൊക്കെ കൂടി ഈ നോർത്ത് പരിധിയിലാണ്. അതൊന്നും ഇതിന് ബാധകമല്ല. ഈ തെരഞ്ഞെടുപ്പിന് അതൊന്നും ബാധകമല്ല. ഒരു സംശയമില്ല. ഈ 3 തെരഞ്ഞെടുപ്പ് 3 പാറ്റേണായി തന്നെയാണ്. അതെ. കാരണം സെപ്പറേറ്റ് ആയിട്ട്. കാരണം നമുക്കറിഞ്ഞൂടെ ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം കഴിഞ്ഞ തവണയും കിട്ടിയതിൻ്റെ ഓർമ്മയുണ്ട്. 19 ഇലക്ഷനിൽ. പക്ഷേ 21 എന്തായി? 99 സീറ്റോട് കൂടിയിട്ടാണ് LDF അധികാരത്തിൽ വന്നിട്ടുള്ളത്. അപ്പം അത് കണക്ക് വെച്ച് നോക്കിയാൽ എന്തെങ്കിലും കിട്ടുമായിരുന്നു. ആ അവസ്ഥ തന്നെയാണ്. ഒരു സംശയമില്ല. ഈ നഗരത്തിൽ വലിയ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതും വലിയൊരു ഘടകമാണല്ലേ, ഈ നഗരത്തിന്റെ ഭാഗമാണ്. ഞാനിവിടെ ജനിച്ചു വളർന്നു. ഇവിടെ നിരവധി കൊല്ലം കോർപ്പറേഷനിൽ മാത്രം 26 കൊല്ലം ഇരുന്നിട്ടില്ല. 9.5 വർഷം മേയറും 5 വർഷം ഡെപ്യൂട്ടി മേയറും. ഇവിടെ തന്നെ ഇരുന്ന ആളല്ലേ ഞാൻ. ഇവിടുത്തെ ഒരു മുക്കും മൂലയും അറിയാത്തൊരു സ്ഥലമില്ല. ആളുകളെയും വ്യക്തിപരമായിട്ട് തന്നെ അറിയും എനിക്കൊരുവിധ ആളുകളെ. ഈ BJP പക്ഷേ സ്വാധീനം വർദ്ധിപ്പിക്കുന്നില്ലേ? അതൊന്നും വിഷയമല്ല. ഇനി വർദ്ധിപ്പിച്ച് തന്നെ കുറച്ച് വോട്ട് അധികം അവർക്ക് കിട്ടിയായിരിക്കാം. അല്ലാതെ വേറെ എന്നെ എഫക്ട് ചെയ്യും. നമ്മുടെ ജയത്തെ സ്വാധീനിക്കില്ല. അത് പോകുന്നത് LDF വോട്ടുകളായിരിക്കില്ല. എന്റെ വോട്ടല്ല, എനിക്ക് കിട്ടാണ്ട വോട്ട് ഒന്നും പോകില്ല. അത് ഈ മുന്നണിക്കപ്പുറം ഒരു ബന്ധം താങ്കളുമായി ഈ BJP അനുകൂലികൾക്കടക്കം ഉണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെയല്ല, നമുക്ക് ഒരു ബന്ധമുണ്ട് എല്ലാത്തിനും അപ്പുറത്ത്. അതുകൊണ്ട് അതാണ് ഈ പ്രത്യേകിച്ചും ഒരുപാട് വികസന പദ്ധതികളല്ലേ ഞാൻ ഈ കഴിഞ്ഞ 5 വർഷമുള്ള പ്രവർത്തനം. എല്ലാ വാർഡുകളിലും ഒരു 2-3 റോഡ് ഉണ്ടാക്കാത്തൊരു വാർഡും ഉണ്ടാവും. പരമാവധി ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലുതാണ് മാനാഞ്ചിറ വെള്ളിമാട് റോഡ്. വലിയ മൈലേജുള്ളതല്ലേ അത് ശരിക്കും. ഇനിയിപ്പോൾ ഞങ്ങൾ തുടങ്ങാൻ പോകണം അടുത്തത് കണ്ണൂർ റോഡ്. അതായത് മാനാഞ്ചിറ മുതൽ പാവങ്ങാട് വരെ 24 മീറ്റർ സെയിം റോഡാക്കുമത്. 4 ലൈൻ ട്രാഫിക് ആക്കിയിട്ട്. കാരണം ഭയങ്കര ഹെവി ട്രാഫിക്കുള്ള റൂട്ടാണ്. ഗതാഗതം ഏറ്റവും ഒരു വലിയ പ്രശ്നമാണ് നാട്ടിൽ. അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത്. അതേമാതിരിയാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമുള്ളതാണ് പാർക്കിംഗ് പ്ലാസകൾ. വലിയ മൾട്ടി ലെവൽ പാർക്കിംഗ് പ്ലാസ ഞാൻ ആ കോർപ്പറേഷനിൽ ഇരിക്കുമ്പോൾ അത് കൊണ്ടുവന്നിരുന്നതാണ്. പക്ഷെ പിന്നീട് പല കാരണങ്ങളല്ല അത് ഇല്ലാതെയായി എന്ന് പറഞ്ഞത്. എന്തായാലും അത് കൊണ്ടുവരും. കാരണം ഇനിയുള്ള ലോകം അതാ. വാഹനങ്ങൾ മുഴുവൻ നിറയുന്നുണ്ട്. എവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യും? വലിയ പ്രശ്നമല്ലേ? ഒരു സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാമെന്നൊരു ആൾക്ക് സാധിക്കാത്ത അവസ്ഥയുണ്ട്. കണ്ടിട്ടില്ലേ നമ്മൾ? എവിടെയാണ് പാർക്ക് ചെയ്യുക?
എല്ലാ സ്ഥലത്തും നോ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ട് പിന്നെ ഇവനെ വണ്ടിയായിട്ട് എവിടെ പോകും? 2 കിലോമീറ്റർ അപ്പുറം പോയി നടന്നു വരാൻ പറ്റുക. അപ്പോൾ അതൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനം ഞാൻ കാണുന്നതാണ്. അതുപോലെ വാട്ടർ ബോഡീസൊക്കെ നിലനിർത്തുക. നമുക്ക് ഇനി അത് വെള്ളത്തിനൊക്കെ ക്ഷാമം വരും ഇനി ഭാവിയിൽ. നഗരത്തിന്റെ ഒരു മൂച്ചായ മാറിയില്ലേ ഈ മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡ് വന്നപ്പോൾ തന്നെ ഒരു നഗരമായി മാറി. നഗരമായി അത് മറ്റേം കൂടെ വരട്ടെ എന്നാ അറിയാൻ 2 കൊല്ലം കൊണ്ട് കൊണ്ടുവരും. കല്ല് മുഴുവൻ ഇട്ട് കഴിഞ്ഞു. 6-1 നോട്ടിഫിക്കേഷനായി. അടുത്തത് 4-1 ആവും. ഞങ്ങളതിൻ്റെ പിന്നെ തന്നെ ഉണ്ട് വിടാതെ. അത് ഒരു ആവശ്യമാണ്. സുഗമമായിട്ട് സഞ്ചാര സൗകര്യം ഉണ്ടാക്കി കൊടുക്കാന്നുള്ളത്. ആളുകൾ എപ്പോഴും അങ്ങനെ പുറത്തു പോകുന്ന ആളുകളല്ല. അവർക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ആയാലും തദ്ദേശ ഭരണത്തിൻ്റെ ആയാലും ഉത്തരവാദിത്തമല്ലേ? നമ്മൾ നിറവേറ്റാൻ ബാധ്യസ്ഥനല്ലേ? ഇന്ന് ക്യാമ്പയിൻ തുടങ്ങുവാണ്. എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു ദീർഘവീക്ഷണത്തോടു കൂടി നമ്മൾ ആ വരാൻ പോണ തലമുറയെ കൂടി ആലോചിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ പ്രചരണം തുടങ്ങുവാണ്. എത്ര ഭൂരിപക്ഷം കിട്ടുമെന്ന് ഒരു അങ്ങനെയൊന്നുമില്ല. 10,000 കുറയാത്ത വോട്ടുകൾ എന്തായാലും തീർച്ചയായും. എന്തായാലും വികസന കാര്യങ്ങൾ ഒരുപാട് തുടക്കമിട്ട കാലമാണ്, അല്ലെങ്കിൽ പലതും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. ഒരുപാട് വികസന പദ്ധതികൾ അദ്ദേഹത്തിന്റെ കൺമുന്നിൽ ഉണ്ട് താനും. അതുകൊണ്ട് 10,000-ൽ കുറയാത്ത വോട്ടുകൾക്ക് നോർത്ത് ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി. അതുകൊണ്ട് ആ കോട്ട നിലനിർത്തും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്.